ഹെലികോപ്റ്ററുകളുടെ ചരിത്രത്തിൽ പകരക്കാരനില്ലാത്ത അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു യുദ്ധോപകരണത്തെക്കുറിച്ച്, ഒരു ഹെലികോപ്റ്ററിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. യൂറോപ്പിലെ സമതലങ്ങളും അഫ്ഗാനിസ്ഥാനിലെ പർവ്വത ശിഖരങ്ങളും ഒരുപോലെ അടക്കി ഭരിച്ച ഒരു കോൾഡ് വാർ ഭീമൻ, സോവിയറ്റ് യൂണിയൻ ജന്മം നൽകിയ ഭീകര യുദ്ധോപകരണങ്ങളിൽ അഗ്രഗണ്യൻ, ദ മിൽ Mi-24. അപ്പോൾ മിൽ Mi-24 അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ രൂപം തന്നെയാണ് എല്ലാം. മുന്നിൽ നിന്ന് നോക്കിയാൽ മറ്റൊരു ഹെലികോപ്റ്ററിനും കാണാത്ത വിധം ഒന്നിനു പുറകിൽ ഒന്നായി അടുക്കിയ രീതിയിൽ ഇരട്ട ബബിൾ കോക്പിറ്റ് കാനപ്പി, വശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ താഴേക്ക് ചെരിഞ്ഞിറങ്ങുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റബിങ്സുകൾ, പിന്നെ ഏതൊരു വിമാനവേദ തോക്കുകളിലെയും ഷെല്ലുകളെ നിഷ്പ്രഭമാക്കുന്ന ബോഡി, ആകാശത്തിൽ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം വൻ സേനകളുടെ പോരാട്ട വീര്യം ചോർത്തിക്കളയാൻ പോകുന്ന ഈ ഭീകര സത്വത്തെ നാറ്റോ പേടിയോടെ ഹൈൻഡ് എന്ന് വിളിച്ചു. പക്ഷേ ആ ഭീകരസത്വത്തിൻ്റെ കരുത്ത് അടുത്ത് നിന്ന് ആവോളം ആസ്വദിച്ച സോവിയറ്റ് സൈനികർ അവനെ ക്രൊക്കഡൈൽ എന്ന് വിളിച്ചു. കോൾഡ് വാറിൻ്റെ മൂർധന്യത്തിൽ യൂറോപ്പിൻ്റെ ആകാശം അടക്കി ഭരിച്ച സോവിയറ്റ് യൂണിയൻ്റെ ക്രൊക്കഡൈലിനെ നമുക്കൊന്ന് അടുത്തറിയാം. അപ്പോൾ നമുക്കറിയാം, കോൾഡ് വാർ കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നേരിട്ട് യുദ്ധം നടന്നിട്ടില്ല. പക്ഷേ പറഞ്ഞു വരുമ്പോൾ കൊറിയൻ വാറിലും വിയറ്റ്നാം വാറിലും ഒക്കെ യഥാർത്ഥ യുദ്ധം നടന്നത് ഈ രണ്ട് സൈനിക ശക്തികൾക്കും ഇടയിലായിരുന്നു. അങ്ങനെ വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഹെലികോപ്റ്ററുകളുടെ യുദ്ധം എന്നാണ്. അതായത് HU-1 ഹൂയി അല്ലെങ്കിൽ UH-1 ഹൂയി എന്ന് പറയുന്ന അമേരിക്കൻ മിലിറ്ററി ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പ്രതീകം തന്നെയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ അറ്റാക്ക് ഹെലികോപ്റ്റർ AH-1 കോബ്ര പിറക്കുന്നതും വിയറ്റ്നാമിൻ്റെ മഴക്കാടുകളിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്ററായി കണക്കാക്കപ്പെടുന്ന അല്ലെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്ന അപ്പാച്ചയുടെയും ബേസിക് ഡിസൈനൊക്കെ രൂപം കൊള്ളുന്നത് ഈ വിയറ്റ്നാം യുദ്ധ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെർട്ടിക്കൽ ലിഫ്റ്റ് എയർക്രാഫ്റ്റ് അഥവാ ഹെലികോപ്റ്റർ എന്നത് രണ്ട് രീതിയിലാണ് അവർ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ട്രൂപ്പ് ട്രാൻസ്പോർട്ടിനും മറ്റുമായി ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ, അതായത് UH-1 ഹൂയി അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹാക്ക് പോലുള്ള ഹെലികോപ്റ്ററുകൾ. മറുവശത്ത് അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന അറ്റാക്ക് ഹെലികോപ്റ്റർ, അതായത് AH-1 കോബ്രയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ അപ്പാച്ചെ, ഇതൊക്കെ അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അമേരിക്കക്കാർ എല്ലാ കാലത്തും യുദ്ധഭൂമിയിൽ ഇത്തരം രണ്ട് തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു. ഇവയെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര ഹെവി ആകുമെന്നും, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിന് ആവശ്യമായ സ്ഥലത്ത് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഹൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലുതായി പോവും എന്നുമാണ് അമേരിക്കക്കാരുടെ കൺസെപ്റ്റ്. പക്ഷേ സോവിയറ്റുകൾ അമേരിക്കയുടെ ഈ കൺസെപ്റ്റിനെ വളരെ ഡിഫറൻ്റ് ആയ ഒരു ആംഗിളിലാണ് നോക്കിക്കണ്ടത്. അവർ നോക്കിയപ്പോൾ അമേരിക്കയുടെ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഈ ഹൂയി അല്ലെങ്കിൽ ബ്ലാക്ക് ഹാക്ക് പോലുള്ള ഹെലികോപ്റ്ററുകൾ ഒട്ടും സുരക്ഷിതമല്ല. അതായത് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷനോ സെൽഫ് ഡിഫൻസോ ഇല്ല എന്നാണ് സോവിയറ്റുകളുടെ അഭിപ്രായം. അതുപോലെ തന്നെ അവരുടെ അറ്റാക്ക് ഹെലികോപ്റ്റർ, അതായത് കോബ്ര അല്ലെങ്കിൽ അപ്പാച്ചെ വിഭാഗത്തിൽപ്പെടുന്ന ഹെലികോപ്റ്ററുകൾ സോവിയറ്റ് യൂണിയൻ്റെ ദൃഷ്ടിയിൽ തീരെ ലൈറ്റ് വെയ്റ്റുമായി പോയി. അങ്ങനെ 60കളിൽ വളരെ വ്യത്യസ്തമായ ഒരു ഫിലോസഫിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ ഒരു ഹെലികോപ്റ്റർ, ഒരു വാർ മെഷീൻ ഡിസൈൻ ചെയ്തു. പറഞ്ഞു വരുമ്പോഴത്തേന് ഇവർ ഒരു ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററിനെയും അറ്റാക്ക് ഹെലികോപ്റ്ററിനെയും കമ്പൈൻ ചെയ്തതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. ഇവിടെ സംഭവിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതായത് ഒരു ചെറിയ പട്ടണത്തെ തന്നെ തരിപ്പണമാക്കാൻ പാകത്തിനുള്ള ഫയർ പവറും വഹിച്ചുകൊണ്ട് തങ്ങൾ തച്ച് തകർത്ത ആ ഭൂമിയിലേക്ക് ആയുധധാരികളായ സൈനികരുമായി പറന്നിറങ്ങി ആ പ്രദേശത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ പോകുന്ന ഒരു യുദ്ധോപകരണം, അതാണ് സോവിയറ്റ് യൂണിയൻ വിഭാവനം ചെയ്തത്. ആ കൺസെപ്റ്റ് യാഥാർത്ഥ്യമാകാൻ ഡിസൈനിങ് ആരംഭിച്ച സോവിയറ്റ് എഞ്ചിനീയർമാർ തങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഈ യാനം ആകാശത്ത് പറക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണെന്നുള്ള കാര്യം പോലും മറന്നു. കാരണം ഒരു എയർക്രാഫ്റ്റിന് ആവശ്യമായ ബേസിക് എയറോഡൈനാമിക് കൺസെപ്റ്റുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ മിൽ Mi-24 എന്ന ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനിങ് ആരംഭിച്ചത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഈ ഹെലികോപ്റ്റർ എയറോഡൈനാമിക്സിൻ്റെ എല്ലാ സമവാക്യങ്ങളെയും കാറ്റിൽ പറത്തുന്നതായി നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഡിസൈന് അടുത്തെറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വളരെ സ്ട്രീം ലൈനായ വെൽ ഡിസൈൻഡായ ഒരു എയർക്രാഫ്റ്റ് ആണെന്നുള്ള കാര്യം. അതായത് Mi-24ൻ്റെ പ്രതാപകാലത്ത്, അതായത് 70കളിലും 80കളിലും വേഗത കൊണ്ട് ഇതിൻ്റെ അടുത്തെങ്ങും എത്തുന്ന ഒരു ഹെലികോപ്റ്ററും ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് അക്കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഹെലികോപ്റ്ററായിരുന്നു നമ്മുടെ മിൽ Mi-24. അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞ 1960കളിലാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നത്. മിഖായൽ മിൽ എന്ന സോവിയറ്റ് എയർക്രാഫ്റ്റ് ഡിസൈനറാണ് ഈ ഹെലികോപ്റ്ററിനെ ഡിസൈൻ ചെയ്തത്. ബേസിക്കലി പറഞ്ഞു വരുമ്പോഴത്തേന് മിൽ
MI-8 എന്ന വിഖ്യാതമായ സോവിയറ്റ് ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനിങ് ആരംഭിച്ചത്. അതായത് ഈ ഹെലികോപ്റ്ററിൻ്റെ കോർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് MI-8 നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ MI-8 എന്ന് പറഞ്ഞാൽ അത് മിഖായൽ മില്ല് തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഹെലികോപ്റ്ററാണ്. അത് തന്നെയല്ല, ലോകത്തിലെ ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹെലികോപ്റ്ററിൽ ഒരെണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ MI-8. അതായത് ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ടിൻ ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളും 5 ബ്ലേഡ് റോട്ടറും ഒക്കെ MI-8 നിന്നും വന്നിട്ടുള്ളതാണ്. അതുപോലെ എയർ ഫ്രെയിമിൻ്റെ ഭാഗമായിട്ടുള്ള പല ഘടകങ്ങളും MI-14 എന്ന് പറയുന്ന മറ്റൊരു ഹെലികോപ്റ്ററിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മിൽ എന്ന ആ എയർക്രാഫ്റ്റ് ഡിസൈനർ അല്ലെങ്കിൽ സോവിയറ്റ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാർ അന്ന് വരെ അവരുടെ ഹെലികോപ്റ്ററിൽ ഉപയോഗിച്ചു പോകുന്ന എല്ലാ തന്ത്രങ്ങളെയും എല്ലാ ഡിസൈൻ എലിമെൻറ്റുകളെയും ഒരു സ്ട്രീം ലൈൻഡ് ബോഡിയിലേക്ക് സംയോജിപ്പിച്ച് അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന കോൺസെപ്റ്റിനെ തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു മിഖായൽ മിൽ എന്ന് പറയുന്ന ആ വിഖ്യാത സോവിയറ്റ് എഞ്ചിനീയർ. അപ്പോൾ ഇത് വളരെ വലിയൊരു ഹെലികോപ്റ്ററാണെന്ന് ഞാൻ ഇതിനോടകം പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് 17.3 മീറ്ററാണ് ഇതിൻ്റെ നീളം. അതിൻ്റെ ടെയിൽ റോഡോട് വരുമ്പോഴത്തേന് 19.7 മീറ്ററായി ഇത് വർദ്ധിക്കും. അപ്പം ഇതൊരു സ്ട്രീം ലൈൻഡ് എയർക്രാഫ്റ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും നമ്മൾ ഈ ഹെലികോപ്റ്ററിനെ ഒന്ന് അടുത്ത് നോക്കുമ്പോഴത്തേന് ഇതിൽ ഒരുപാട് ഡിസൈൻ ഫ്ലോസ് ഉള്ള പോലെ, അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനിൽ ഒരുപാട് അപാകതകളുള്ള പോലെ നമുക്ക് തോന്നിയേക്കാം. കാരണം ഈ MI-24 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ എയർ ഫ്രെയിം മൊത്തത്തിൽ ടിൽറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ ടെയിൽ ബൂമും വെർട്ടിക്കൽ ഫിന്നും ഏതാണ്ട് 2 ഡിഗ്രി ഇടത്തോട്ട് ടിൽറ്റഡ് ആയിരിക്കുന്നത്. അതുപോലെ ഫ്യൂസലാജ് മുഴുവനായും വലത്തോട്ട് ടിൽറ്റഡ് ആയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ഡിസൈൻ പിഴവല്ല, ഒരു ഡിസൈൻ മികവാണ്. അതായത് സിംഗിൾ റോട്ടർ ഹെലികോപ്റ്ററിൽ ഇതിൻ്റെ മെയിൻ റോട്ടറിൻ്റെ ടോർക്കിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്ററിൻ്റെ ബോഡി സൈഡിലേക്ക് സ്പിൻ ചെയ്യും. അതായത് മെയിൻ റോട്ടർ കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹെലികോപ്റ്ററിൻ്റെ ബോഡി സ്പിൻ ചെയ്യും. ഈ ഡ്രിഫ്റ്റിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പൈലറ്റിനെ സംബന്ധിച്ച് ഒരു വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, MI-24 എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഹെലികോപ്റ്ററാണ്, വളരെ ഭാരമുള്ളൊരു ഹെലികോപ്റ്ററാണ്. അതായത് മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12 ടണ്ണോളം വരുന്ന ഒരു ഭീമാകരൻ ഹെലികോപ്റ്ററാണിത്. അപ്പോൾ അത്തരത്തിലുള്ള ഹെലികോപ്റ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിഭീകരമായ രീതിയിലുള്ള ടോർക്ക് ജനറേറ്റ് ചെയ്യും. ഇതിൻ്റെ കൗണ്ടർ സ്പിൻ മൂലമുണ്ടാകുന്ന ഡ്രിഫ്റ്റിനെ കോക്പിറ്റിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പൈലറ്റിനെ സംബന്ധിച്ചുള്ള ഏതാണ്ട് അസാധ്യമായ കാര്യമാണ്. ഇതിന് കണ്ടുപിടിച്ച പ്രതിവിധിയാണ് ഇങ്ങനെ ടിൽറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ മെയിൻ റോട്ടർ ശക്തമായ രീതിയിൽ സ്പിൻ ചെയ്ത് ഹെലികോപ്റ്റർ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ മുകളിലൂടെ ശക്തമായ രീതിയിലൊരു എയർ ഫ്ലോ ഉണ്ടാകും. ഈ എയർ ഫ്ലോ ഹെലികോപ്റ്ററിൻ്റെ മെയിൻ റോട്ടറിൻ്റെ സ്പിൻ മൂലം ഉണ്ടാകുന്ന ടോർക്കിനെ നാച്ചുറലി കൗണ്ടർ ചെയ്ത് ഹെലികോപ്റ്ററിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഇനി ഡിസൈനിൻ്റെ മറ്റ് എലിമെൻറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ MI-24 എന്ന് പറഞ്ഞാൽ പറക്കുന്ന ടാങ്ക് തന്നെയാണ്, ഒരു സോവിയറ്റ് ഫ്ലൈയിങ് ടാങ്ക്. അപ്പോൾ അതിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് എലമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഇതിൻ്റെ ഡബിൾ ബബിൾ കോക്പിറ്റ് കാനപ്പി തന്നെയാണ്. അപ്പോൾ MI-24 ആദ്യ മോഡലുകൾ MI-24A എന്നൊക്കെ പറയുന്ന വേരിയൻറ്റുകളിൽ ഈ തരത്തിലുള്ള ഡബിൾ ബബിൾ കാനപ്പി ഇല്ലായിരുന്നു. MI-24D എന്ന് പറയുന്ന വേരിയൻറ്റ് മുതലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കോക്പിറ്റ് ഡിസൈനും കാനപ്പിയും ഒക്കെ വരുന്നത്. അതായത് ആദ്യ വേരിയൻറ്റിൽ ഒരു നോർമൽ ഗ്രീൻ ഹൗസ് കാനപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ MI-24D എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേന് ഈ പറഞ്ഞ രീതിയിലുള്ള അപ്ഗ്രേഡുകൾ ഈ ഹെലികോപ്റ്ററിലേക്ക് വന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ MI-24 ഒരു യഥാർത്ഥ ഗൺഷിപ്പായി അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററായിട്ട് പൂർണ്ണമായി മാറുന്നത് ഈ MI-24D എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ വരവോടുകൂടിയാണ്. അപ്പോൾ ഈ ഡബിൾ ബബിൾ കാനപ്പി ഇതിനുള്ളിലാണ് പൈലറ്റും ഗണ്ണറും ഇരിക്കുന്നത്. അതായത് ഒരു ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഉള്ളത്. മുന്നിൽ ഗണ്ണർ, പുറയിൽ പൈലറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു പറക്കുന്ന ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ വളരെ ഹെവിലി ആംഡ് ആയിട്ടുള്ള ഒരു വാർ മെഷീനാണ്. അതായത് ഇതിൻ്റെ ബോഡിയുടെ താഴ്ഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ കോക്പിറ്റിൻ്റെ അടിഭാഗം തൊട്ട് ഫ്യൂസലാജിൻ്റെ പുറയിലേക്ക് മുഴുവൻ ഭാഗം നിർമ്മിച്ചിരിക്കുന്ന ഒരു ടൈറ്റാനിയം ടബായിട്ടാണ്. അത് താഴെ നിന്നും വിമാനവേദ തോക്കുകൾക്കോ അല്ലെങ്കിൽ ആൻറ്റി ടാങ്ക് ഷെല്ലുകൾക്കോ ഒരു തരത്തിലും പിയേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഒരു ടൈറ്റാനിയം ടബാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ താഴെ ഭാഗത്തുള്ളത്. പിന്നെ ഈ നമ്മൾ പറഞ്ഞ ഈ കോക്പിറ്റ് കാനപ്പി, വളരെ ഭംഗിയുള്ള ഈ ഡബിൾ ബബിൾ കാനപ്പി, ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആൻറ്റി ബാലസ്റ്റിക് ഗ്ലാസ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ MI-24 സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ടാങ്കിനുള്ളിൽ സഞ്ചരിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് മുകളിലുള്ള ഒരു 5 ബ്ലേഡ് റോട്ടർ സിസ്റ്റമാണ്. ഈ ബ്ലേഡുകളെല്ലാം തന്നെ ടൈറ്റാനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, അത് ബുള്ളറ്റ് പ്രൂഫുമാണ്. ഏതാണ്ട് 17.3 മീറ്ററാണ് ഇതിൻ്റെ റോട്ടർ ഡയമീറ്റർ. അതുപോലെ തന്നെ ഈ റോട്ടർ സിസ്റ്റത്തിന് പവർ കൊടുക്കുന്നത് 2 ഐസോട്ടോ TV117 ടർബോഷാഫ്റ്റ് എഞ്ചിനുകളാണ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 335 km/h ആണ്. റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 450 km ഒറ്റ സ്ട്രെച്ചിൽ ഇതിന് പറക്കാൻ സാധിക്കും. സർവീസ് സീലിംഗ് 4900
മീറ്ററാണ്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ 2 സ്റ്റബ് വിങ്സുകൾ കാണാൻ സാധിക്കും. അതായത് താഴേക്ക് ആംഗിൾഡ് ആയിട്ടുള്ള, അതായത് അല്പം ചെരിഞ്ഞ് താഴേക്ക് പോയിന്റഡ് ആയിട്ടുള്ള സ്റ്റബ് വിങ്സുകളാണ് ഉള്ളത്. പൊതുവേ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഈ സ്റ്റബ് വിങ്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് ആയുധങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ആയുധങ്ങൾ ക്യാരി ചെയ്യുന്ന ഹാർഡ് പോയിന്റ്സുകളെല്ലാം ഉള്ളത് ഈ സ്റ്റബ് വിങ്സുകളിലായിരിക്കും. MI-24ലും ആയുധങ്ങൾ ക്യാരി ചെയ്യുന്നത് ഈ സ്റ്റബ് വിങ്സുകളിൽ തന്നെയാണ്. പക്ഷേ MI-24ന്റെ കാര്യത്തിൽ ഈ സ്റ്റബ് വിങ്സുകൾക്ക് വേറൊരു ജോലികളുണ്ട്. അതായത് ഈ സ്റ്റബ് വിങ്സുകൾ ഈ ഹെലികോപ്റ്ററിന് ലിഫ്റ്റ് നൽകുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 12 ടൺ ടേക്ക് ഓഫ് വെയിറ്റ് ഉള്ള ഈ ഹെലികോപ്റ്ററിന് ആവശ്യമായ ലിഫ്റ്റ് ഇതിന്റെ റോട്ടർ സിസ്റ്റത്തിന് മാത്രമായി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് അഡീഷണൽ ലിഫ്റ്റ് നൽകാൻ വേണ്ടി ഈ സ്റ്റബ് വിങ്ങുകൾ സഹായിക്കുന്നുണ്ട്. ഒപ്പം ഒരു 3 ബ്ലേഡ് ടെയിൽ റോട്ടർ നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കും വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ബോഡി തന്നെയാണ് MI-24നുള്ളത്. അപ്പോൾ ആ ബോഡിയുടെ എയറോഡൈനാമിക് എഫക്റ്റിൽ ഒട്ടും കുറവ് വരുത്താത്ത രീതിയിൽ ഒരു റിട്രാക്റ്റബിൾ ട്രൈസിക്കിൾ ലാൻഡിംഗ് ഗിയർ സിസ്റ്റമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഡ്രാഗ് ഒരു തരത്തിലും കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ലാൻഡിംഗ് ഗിയർ സിസ്റ്റം ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കോക്പിറ്റിന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു റഷ്യൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഏതൊരു സോവിയറ്റ് എയർക്രാഫ്റ്റിനെ പോലെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസും ഒരുപാട് അനലോഗ് ഡയലുകളും ഒക്കെ നിറഞ്ഞ ഒരു കോക്പിറ്റാണ് MI-24 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ബ്ലൂയിഷ് ഗ്രീൻ എന്നോ ഗ്രീനിഷ് ബ്ലൂ എന്നോ ഒക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പെയിന്റ് സ്കീമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ MI-24ന്റെ മോഡേൺ വേരിയന്റുകൾ, അതായത് MI-35 പോലുള്ള വേരിയന്റുകളിലേക്ക് വരുമ്പോഴത്തേന് ഈ കോക്പിറ്റിന്റെ ഡിസൈൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതായത് സ്പേസിൽ വലിയ വർധനമൊന്നും വരുന്നില്ല. പക്ഷേ ഈ അനലോഗ് ഗേജുകളും ഈ ബ്ലൂ ഗ്രീൻ കളർ സ്കീമും ഒക്കെ പോയി വളരെ ഡാർക്ക് കളർ സ്കീമിലുള്ള ഒരു മോഡേൺ ഡിജിറ്റൽ കോക്പിറ്റാണ് MI-35 പോലെയുള്ള MI-24ന്റെ മോഡേൺ വേരിയന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് MI-24ൽ നിന്ന് MI-35ലേക്ക് വരുമ്പോഴത്തേക്കിന് അതിൽ ഏവിയോണിക്സിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഏവിയോണിക്സിൽ വന്ന മാറ്റവും കൂടാതെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോഴത്തേന് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കോക്പിറ്റ് ഇപ്പോൾ ഉള്ള വേരിയന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പഴയ രീതിയിലുള്ള കോക്പിറ്റുകളുള്ള അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഈ അനലോഗ് ഡയലുകൾ കാര്യങ്ങളൊക്കെയുള്ള MI-24 വേരിയന്റുകൾ ഇന്നും ലോകത്തിലെ പല സേനകളിലും സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ പൊതുവെ 2 ക്രൂ മെമ്പേഴ്സ് ചേർന്നാണ് ഈ ഹെലികോപ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2 ക്രൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പൈലറ്റും ഒപ്പം വെപ്പൺ സിസ്റ്റം ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്ന ഗണ്ണറും ചേർന്ന് 2 ക്രൂ മെമ്പേഴ്സാണ് ഇതിൽ പൊതുവെ ഉള്ളത്. അപ്പം നമ്മൾ പറഞ്ഞില്ല ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. മുന്നിലത്തെ സീറ്റിലിരിക്കുന്ന ഗണ്ണറായിരിക്കും, പുറയിലായിരിക്കും പൈലറ്റ് ഇരിക്കുന്നത്. പിന്നെ MI-24ന്റെ ചില വേരിയന്റുകൾ, അതായത് ആദ്യകാല ചില വേരിയന്റുകളിൽ നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ക്രൂ മെമ്പറൂടെ ഉണ്ടായിരുന്നു, ചില വേരിയന്റുകളിൽ മാത്രം. ഈ 2 ക്രൂ മെമ്പേഴ്സിനും കൂടാതെ ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള 8 സൈനികരടങ്ങുന്ന ഒരു ട്രൂപ്പിനെയും കൂടി MI-24ന് വഹിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് MI-24 പോലെ ലോകത്ത് മറ്റൊരു അറ്റാക്ക് ഹെലികോപ്റ്റർ ഇല്ല എന്ന് പൊതുവെ പറയുന്നത്. അപ്പോൾ സംഭവം ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അപ്പോൾ അറ്റാക്ക് ഹെലികോപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന സംഭവം ആയുധങ്ങൾ തന്നെയാണ്. അപ്പോൾ അറ്റാക്ക് ഹെലികോപ്റ്റർ പൊതുവെ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് അറ്റാക്കിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാനൺസ് അല്ലെങ്കിൽ ഗൺസ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധോപകരണം. അപ്പോൾ MI-24 ഒന്നല്ല പലതരത്തിലുള്ള ഗണ്ണുകൾ പല പൊസിഷനിൽ ഘടിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിലെ ഏറ്റവും പ്രധാന ഗൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YAK-B 12.7 mm 4 ബാരൽ ഗാറ്റ്ലിംഗ് ക്യാനനാണ്. ഇത് ചിൻ മൗണ്ടഡ് ആയിട്ടാണ് ഈ MI-24 ആദ്യകാലം തൊട്ട് തന്നെ ഈ ഗൺ ഈ ഹെലികോപ്റ്ററിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും പല വേരിയന്റുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഗൺ സിസ്റ്റം അറേഞ്ച്മെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചില വേരിയന്റുകളിൽ ഈ ചിൻ മൗണ്ടഡ് ഗൺ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇല്ല. പല ഫ്യൂസലാജിന്റെ വശങ്ങളിൽ 2 ഷിപ്നോ GSH-24 ടിൻ ബാരൽ കാനനുകൾ ഘടിപ്പിച്ച വേരിയന്റുകളുണ്ട്. കൂടാതെ ഈ ചിൻ മൗണ്ടഡ് ക്യാനൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതായത് ചില വേരിയന്റുകളിൽ ഈ YAK-B ഗാറ്റ്ലിംഗ് ഗണ്ണിന് പകരം ഷിപ്നോ GSH-30K എന്ന് പറയുന്ന ടിൻ ബാരൽ ക്യാനനാണ് ഉപയോഗിക്കാറുള്ളത്. പല വേരിയന്റുകളിലും ഒരു ചിൻ മൗണ്ടഡ് ഗണ്ണും അതിപ്പം ഈ YAK-B ഗാറ്റ്ലിംഗ് ക്യാനനാകാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഷിപ്നോവിൻ്റെ ടിൻ ബാരൽ ക്യാനനാകാം. ഇതിലേതെങ്കിലും ഒരു ഗൺ സിസ്റ്റം ചിൻ മൗണ്ടഡായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റബിങ്സിലുള്ള ഹാർഡ് പോയിന്റുകളിൽ ഗണ്ണുകൾ അല്ലെങ്കിൽ ഗൺ പോഡുകൾ ഘടിപ്പിക്കാറുണ്ട്. അത് ഈ ഷിപ്നോ GSH-24L എന്ന് പറയുന്ന ടിൻ ബാരൽ ഗൺ സിസ്റ്റമാണ് പൊതുവെ സ്റ്റബിങ്സിലുള്ള എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റുകളിൽ ഘടിപ്പിക്കാറുള്ളത്. ഈ ഗണ്ണുകൾ കൂടാതെ ഇതിൻ്റെ പാസഞ്ചർ ക്യാബിൻ്റെ വിൻഡോസുകളിലും മറ്റും മെഷീൻ ഗണ്ണുകളും ഘടിപ്പിക്കാറുണ്ട്. ഈ ഇത്രയും ഗൺ സിസ്റ്റങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ MI-24 ഗൺ ഷിപ്പ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ഗണ്ണുകൾ കൊണ്ട് മാത്രം ഇതിലെ ആയുധങ്ങൾ തീരുന്നില്ല. ഇതിന് 2 വശത്തും 2 സ്റ്റബിങ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റബിങ്സുകളിൽ മൊത്തമായിട്ട് 6 ഹാർഡ് പോയിന്റുകളുണ്ട്. ഈ 6 ഹാർഡ് പോയിന്റുകളിൽ വിവിധ തരത്തിലുള്ള റോക്കറ്റ് പോഡുകൾ ഘടിപ്പിക്കാറുണ്ട്. അതായത് S-8, S-24, UB-32 തുടങ്ങിയ റോക്കറ്റുകൾ, അതുപോലെ R-60 പോലെയുള്ള ഇൻഫ്രാഡ് ഹോമിംഗ് എയർ ടു എയർ മിസൈലുകൾ, അതുപോലെ 9K-114 ആൻറ്റി ടാങ്ക് മിസൈലുകൾ, വിവിധ തരത്തിലുള്ള ബോംബുകൾ, ഇവയെല്ലാം ഈ ഹെലികോപ്റ്ററിന് ക്യാരി ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഏവിയോണിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കാലത്തും ഇതിൻ്റെ ഏവിയോണിക്സിൽ കാലാകാലങ്ങളായിട്ടുള്ള അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ട്.
ഇപ്പോൾ ലേറ്റസ്റ്റ് വേരിയൻറ്റുകളായിട്ടുള്ള ഇപ്പോൾ MI-34 ഫീനിക്സ് പോലെയുള്ള MI-24 വേരിയൻറ്റുകളിൽ വളരെ അത്യന്താധുനികമായിട്ടുള്ള ഏവിയോണിക് സിസ്റ്റങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് AES റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഐറിസ് പോഡുകൾ പോലുള്ള ഇൻഫ്രാഡ് ബേസ്ഡ് ടാർഗറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നൈറ്റ് വിഷൻ ക്യാമറകളുണ്ട്, നോർമൽ വിഷൻ ക്യാമറകളുണ്ട്. ഇവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവയിൽ നിന്നുള്ള ഇൻഫർമേഷൻ സംശീകരിക്കാൻ വേണ്ടി ഹൈലി സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ കോക്പിറ്റ് ഉണ്ട്. ഇങ്ങനെ എക്സ്ട്രീംലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ് MI-24 എന്ന ഗൺഷിപ്പ്. അപ്പം 1969 ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്നത്. 70ഓടുകൂടി സോവിയറ്റ് സേനയുടെ ഭാഗമായ MI-24 ആദ്യമായി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് 1977 സോവിയറ്റ് അഫ്ഗാൻ വാറിലാണ്. പിന്നീട് അങ്ങോട്ട് ഈ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും മുൻനിരയിൽ തന്നെ MI-24ൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏതാണ്ട് പകുതിയിലധികം രാജ്യങ്ങളിലെ എയർഫോഴ്സും അല്ലെങ്കിൽ ആർമി ഈ MI-24 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല യുദ്ധങ്ങളിലും ഇരുവശത്തും അണിനിരക്കുന്ന രാജ്യങ്ങളുടെ സേനയുടെ ഭാഗമായിട്ട് MI-24 യുദ്ധത്തിനിറങ്ങിയ പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതായത് MI-24ൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് അറിയണമെങ്കിൽ അമേരിക്കൻ എയർഫോഴ്സ് പോലും പരിശീലനത്തിന് ഈ MI-24 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇനി ഇന്ത്യ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമേ അല്ല. കാരണം നമുക്കറിയാം സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം. പിന്നെ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ 1969 നിർമ്മിക്കപ്പെട്ടൊരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാലമൊക്കെ ആയപ്പോൾ ഇത് കാലഹരണം പോയില്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ സാഹചര്യങ്ങൾ, ഇന്നത്തെ ലോകത്തെ യുദ്ധ സാഹചര്യങ്ങളിൽ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. അങ്ങനെ ഒരിക്കലും കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഒരു യുദ്ധോപകരണമല്ല MI-24 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് കാലത്തെ അതിജീവിച്ച ഒരു യുദ്ധോപകരണമാണ്. സോവിയറ്റ് യൂണിയനിൽ ജന്മം കൊണ്ട, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും മികച്ച യുദ്ധോപകരണങ്ങളിൽ ഒന്നാണ് MI-24 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. അതായത് ഇതിൻ്റെ എയർ ഫ്രെയിം അത്ര മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു എയർ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധോപകരണങ്ങളും യുദ്ധതന്ത്രങ്ങളും എത്ര കണ്ട് ആധുനികവൽക്കരിക്കപ്പെട്ടാലും അവയെ നമുക്ക് ഈ ഹെലികോപ്റ്ററിൻ്റെ എയർ ഫ്രെയിമിലേക്ക് സംയോജിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റഷ്യ MI-24നെ പരിഷ്കരിച്ച് MI-35 ഫീനിക്സ് ഒക്കെ ആക്കി മാറ്റിയെടുത്തത്. റഷ്യ മാത്രമല്ല, ലോകത്തുള്ള പല രാജ്യങ്ങളും ഈ ഹെലികോപ്റ്ററിനെ അവരുടേതായ രീതിയിൽ പരിഷ്കരിച്ച് അത്യന്താധുനികമായ യുദ്ധോപകരണമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗത്ത് ആഫ്രിക്കയുടെ സൂപ്പർ ഹൈൻഡ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. സൗത്ത് ആഫ്രിക്കക്കാർ ഈ ഹെലികോപ്റ്ററിനെ അങ്ങേയറ്റം പരിഷ്കരിച്ച് ഒരു മോഡേൺ അറ്റാക്ക് ഹെലികോപ്റ്ററാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ MI-35 എന്നൊക്കെ പറഞ്ഞാലും ഏതാണ്ട് അപ്പാച്ചയ്ക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു മോഡേൺ ഹെലികോപ്റ്റർ തന്നെയാണ്. പക്ഷേ അപ്പാച്ചയും MI-35 തമ്മിൽ കമ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് സാധിക്കത്തില്ല. കാരണം MI-35 ഒപ്പം നിൽക്കുന്ന, അല്ലെ MI-35 കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെ MI-24 കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്ററും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സൂപ്പർ ഹൈൻഡ് മാത്രമല്ല, അതിലും മികച്ച വേരിയൻറ്റുകൾ ഈ ഹെലികോപ്റ്ററിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേരിയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ MI-35U. ഇതൊരു അൺമാൻഡ് ഹെലികോപ്റ്ററാണ്. കൂടാതെ MI-PSV, ഇത് MI-24നെ ബേസ് ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു എക്സ്പെരിമെൻ്റൽ ഹൈ സ്പീഡ് ഹെലികോപ്റ്ററാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ MI-24ൻ്റെ എയർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാലഹരണപ്പെട്ടു പോകാത്ത ഒരു സോവിയറ്റ് എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് കാലത്തിന് അതീതമായി അനന്തവിഹായസിൽ ചിറക് വിരിച്ച് പറക്കുന്ന സോവിയറ്റ് ഇതിഹാസം MI-24ൻ്റെ കഥ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.